പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ഉണ്ടാവുന്നത്. ശ്യാം, ജനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇപ്പോഴത് ശക്തമാവുകയാണോ? എന്താണ് അവിടെ നൽകാനാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അതായത് ഈ പെരിയാറിലെ ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഏലൂരിലെ കൗൺസിലർമാരുടെ നേതൃത്വത്തിലുമാണ് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയത്. ഇപ്പോൾ കൗൺസിലർമാർ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിൽ അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് എന്ത് നടപടി ഇവർ കൈക്കൊണ്ടു എന്ന കാര്യമാണ് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അക്കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ കൗൺസിലർമാരോട് വിശദീകരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒരുങ്ങുന്നത്. കാരണം കളക്ടർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. കളക്ടർ മറ്റേ ക്ലോഷർ നോട്ടീസ് ആയിട്ട് തന്നെ കൊടുക്കാനാണ് കളക്ടർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. ഈ നാടകമൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടാണ് പറയാം. ഈ വക നാടകമൊക്കെ ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കളക്ടർ വിളിക്കും, കളക്ടർ ഇത് ചെയ്യും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇപ്പൊ ഇന്നലെ ഇത് ഉണ്ടായാലും വിളിച്ചു, ആ പത്രത്തിൽ കൊടുത്തു. ജനത്തെ ഒന്ന് കണ്ണിൽ പൊടിയിടാൻ മാത്രമാണ് ഇത് ചെയ്തേക്കണം. അല്ലാതെ ഇതിൻ്റെ അകത്തൊരു നടപടി ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നടപടി ഉണ്ടാവുമെങ്കിൽ നിങ്ങൾ നേരെ ആവണം. ഈ പൊതുജലാശയം മലിനമാക്കിയതാണെങ്കിൽ ഇറിഗേഷൻ വകുപ്പിന്റെ ചുമതലക്കാരന് പരാതി കൊടുക്കാൻ സാധിക്കില്ല. നമ്മൾ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, പോലീസിൽ പരാതി കൊടുക്കാമല്ലോ. പൊതുജലാശയം മലിനമാക്കിയതിനായിട്ട് ഇറിഗേഷൻ വകുപ്പിൽ ഉദ്യോഗസ്ഥരുടെ കേസിൽ പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കാമല്ലോ. അതിന് നിയമത്തിൽ വകുപ്പുണ്ടല്ലോ. നമുക്ക് നോക്കാം, അത് പരിശോധിക്കാം. മുന്നറിയിപ്പ് ഉണ്ടായിട്ടില്ലേ? ഇല്ല, മുന്നറിയിപ്പ് ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ ഇങ്ങനെ ഈ വർഷങ്ങളായിട്ട് ഉണ്ടാകുന്ന ഇതാണല്ലോ. അതെ. തുറന്നു വിടുന്ന സമയത്ത് എന്താണ് അതിന്റെ പ്രൊസീജിയർ? നിങ്ങളെ കൂടി അറിയിക്കേണ്ടതല്ലേ? ഞങ്ങൾ അറിയിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നമ്മൾ അറിയിച്ചിട്ടില്ല, അറിയിക്കുന്നുമില്ല. വകുപ്പാണ് അതിന്റെ അല്ലെങ്കിൽ അത് ആ ഫ്ലോയിൽ റെഗുലേറ്റ് ചെയ്ത് വിടണമായിരുന്നു. കാര്യം ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വിടുന്നതിന് പകരം അങ്ങനെ ഒരു സിറ്റുവേഷൻ. അതുമല്ല, ഇപ്പൊ ഈ മത്സ്യകൃഷിക്കാരെ അങ്ങനെയുള്ളവരെയൊക്കെ അറിയിക്കേണ്ട ഒരു ബാധ്യത കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു ഇൻസിഡന്റ്. അല്ല, അങ്ങനെ ഒരു തെറ്റ് സംബന്ധിച്ചിട്ട് നമ്മൾ നോട്ടീസ് അപ്ഡേറ്റ് കൊടുക്കാനുള്ള സംവിധാനം ആയിരുന്നെങ്കിൽ പരാതി കൊടുക്കാൻ തയ്യാറാണല്ലോ. ഞങ്ങളുടെ സംശയം ചെയ്യണമല്ലോ സാർ. ഇത്രയും വലിയ വിഷയം നടന്നിട്ട് ഇനി അതോറിറ്റിയായിട്ട് സംസാരിക്കുന്നത് സാർ തീരുമാനം എടുക്കുക. ഈ ബോർഡിനൊരു ഉത്തരവാദിത്തമില്ലേ സാറേ? അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഹയർ അതോറിറ്റിയായിട്ട് എനിക്ക് തീരുമാനം അവിടെ വെള്ളം കുടിക്കാൻ എന്റെ പവേഴ്സിനുള്ളിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സാറിന്റെ പവറുള്ളവർ പറ്റാന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. കാരണം ഇവിടെ വന്ന് സംസാരിക്കാനും ഞങ്ങൾക്ക് സംഭവിച്ച കാര്യമില്ലല്ലോ സാറേ. ഒരു തീരുമാനം, അതിന്റെ ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയാനുള്ള ഒരു ബഹുമാനമില്ലേ നമുക്ക്? അതിന്റെ എന്താണ് ചെയ്തത് പോയിട്ടില്ല. സാറിന്റെ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ഫെബ്രുവരി പറഞ്ഞ വാട്ടർ അതോറിറ്റിക്കെതിരെ നടപടി എടുക്കാമെന്ന് നിങ്ങളൊരു ലെറ്റർ കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതിന് നിങ്ങൾക്ക് എന്ത് പ്രൂഫ് കാണിക്കാൻ പറ്റും? നിങ്ങൾ ആരോട് പറഞ്ഞ ആൾക്ക് ലെറ്റർ കൊടുക്കും? ഇന്നലെ കളക്ടറുടെ മീറ്റിംഗിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് മീറ്റിംഗ് ആണ്. മീറ്റിംഗിൽ മിനിറ്റ്സിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് അവിടുത്തെ കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞതാണ്. കളക്ടറുടെ മീറ്റിംഗിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 4:30 കളക്ടറുടെ മീറ്റിംഗ് ആയിരുന്നു. അതിൽ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. രേഖാമൂലമാണ് സാർ. മീറ്റിംഗിൽ എങ്ങനെ രേഖാമൂലം? നമ്മൾ അങ്ങനെയാണ് സാർ. ഇവിടെ ഇങ്ങനെ തീരുമാനമില്ലാത്തടത്ത് രേഖാമൂലം അറിയിക്കണ്ടേ? ഇപ്പൊ സാറ് പറഞ്ഞ ഇറിഗേഷൻ റിപ്പോർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ കളക്ടർക്ക് ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നലെ പത്രത്തിലെ റിപ്പോർട്ട് ആരാ കൊടുത്ത? പത്രത്തിൽ ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഏത് റിപ്പോർട്ടാണ്? പത്രത്തിൽ കുറെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടല്ലോ. എന്താണ് ഷട്ടർ ഒന്നാമുണ്ട്, ഓക്സിജന്റെ പ്രദേശങ്ങളിലും ഇത് സംഭവിച്ചെന്നും പറഞ്ഞാണ് പത്രത്തിലെ റിപ്പോർട്ടൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. വേറെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഹയർ ഓഫീസിന് കൊടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പം വലിയ കള്ളന്മാർ കൊടുത്താണ് എനിക്കറിയില്ല. നോട്ടീസ് അത് നമ്മളെ പറ്റിക്കുന്നതാണെന്നേ. അത് നമ്മളെ പറ്റിക്കുന്ന ഇതാണ്. നമ്മൾ പല പ്രാവശ്യം കൂടെ വന്ന് കഴിയുമ്പോഴും ഞങ്ങൾ നോട്ടീസ് കൊടുക്കാം. ആ നോട്ടീസ് പിന്നെ ഒരു സാധാരണക്കാരനൊരു വെളിച്ചെണ്ണമില്ല. ഞാൻ അതുമായിട്ട് വന്നാണ്. അപ്പൊ അവനെ കിട്ടും നിങ്ങൾ നശിപ്പിച്ച് കൊന്നെടുക്കുകയാണ്. അവനൊരു ലൈസൻസ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇവന്മാരൊക്കെ തൊടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് സാറേ. ഈ മീഡിയ എന്നാണ് ഈ ഓൺലൈൻ സർവൈലൻസ് സംവിധാനം എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? ഈ കമ്പനികളിന് രാത്രി ഡിസ്ചാർജ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വ്യക്തമായ ഒരു സാഹചര്യം ഉണ്ടോ? അതെ, അത് നമ്മുടെ CPCBയുടെയും SPCBയുടെയും സർവേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് അങ്ങനെ നോട്ടിഫിക്കേഷൻസ് തന്നെ വരും. അങ്ങനെ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോന്നുണ്ടെങ്കിൽ മോണിറ്റർ ചെയ്യുന്നത് നമ്മുടെ ഹെഡ് ഓഫീസിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്.
അതിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. രാത്രികളിലൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്നത് അവിടെയുള്ള മത്സ്യ കർഷകരൊക്കെ പറയുന്നത് രാത്രികളിൽ അറിയാതെ വെള്ളം തുറന്നു വിടുന്നുണ്ട്. ഞാൻ പറയുന്നത് ഓതറൈസ്ഡ് ഡിസ്ചാർജിലാണ് ഇത് ഉള്ളത്, അല്ലാതെ ഈ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയാത്തത്. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടോ ഇല്ല എന്നുള്ളത്. സാറേ ഈ നൈട്രജന്റെ സാന്നിധ്യം സാറേ ഞാനിവിടെ ഒരു മീറ്റിംഗിലാണ് സാറേ, കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്.